ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസമല്ല കുറച്ച് ദിവസം മുന്നേ ഒരു Q&A പോലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നി ഇനിയും കുറേ ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അതിൽ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഞാൻ കുറച്ച് കമൻറ്റ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിലതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം, അത്രയും ലോങ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇതിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തുള്ള ക്ലിപ്സൊക്കെ ഞാൻ റാൻഡമായിട്ട് ഇങ്ങനെ ആഡ് ചെയ്തതാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കമൻറ്റ്. ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 2 ബിസിനസ് ഉണ്ട്. ഒന്ന് ഹെന്ന കോൺസ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്, പിന്നെ ഇതേപോലെ ഡ്രസ്സിൻ്റെതും ചെയ്യും. രണ്ടിലും ഞാൻ മെയിനായിട്ട് ചെയ്തത് ഫസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുകയെന്നാണ്. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടതാണ്. പിന്നെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുമ്പോൾ അധികം ആൾക്കാരും ചെയ്യുന്നത് ബൾക്കായിട്ട് മെറ്റീരിയൽ വാങ്ങുക, അല്ലെങ്കിൽ ബൾക്കായിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ട് അത് സെയിൽ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കയ്യിലൊരു എമൗണ്ട് വേണം, നമുക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുടക്കാൻ നമ്മളെ കയ്യിലൊരു എമൗണ്ട് ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ടും ഇത് അതിനൊരു ധൈര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഈ ഒരു പണി ചെയ്യണതാണ് നല്ലത്. ബൾക്കായിട്ട് മെറ്റീരിയൽ വാങ്ങിയിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. അത് കുറേ ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെറ്റീരിയൽ ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ടോയെന്ന്. ഫസ്റ്റൊക്കെ ഞാൻ ചെയ്തത് നമ്മളെ കയ്യിൽ നിന്നൊരു ക്രേപ്പ് അല്ല, ഏറ്റവും റേറ്റ് കുറഞ്ഞ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, ആ മെറ്റീരിയൽ എടുത്തിട്ട് നമുക്കൊരു മോഡൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഞാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ അപ്ലോഡ് ചെയ്തത്. അങ്ങനെ ഏകദേശം ഒരു 2-3 ഡ്രസ്സ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് എടുത്തിട്ട്, നമ്മൾ ബൾക്കായിട്ട് സാധനം മെറ്റീരിയൽ വാങ്ങുന്നതിനെക്കാട്ടിയും കുറവായിരിക്കും നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു 4 മീറ്ററൊക്കെ മെറ്റീരിയൽ വാങ്ങിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു മിനിമം ബൾക്കായിട്ട് മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 മീറ്ററെങ്കിലും മിനിമം എടുക്കണ്ടേ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് വേണ്ടിയിട്ട് ഒരു ക്രേപ്പ് പ്രിൻ്റ് ഒരു 60 രൂപയെ വരുള്ളൂ. അതൊരു 4 മീറ്റർ വാങ്ങിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ, വീഡിയോ, റീൽസൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാനൊരു ഷോർട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് ആ വീഡിയോ റീച്ചായപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓർഡേഴ്സ് വന്ന്, പിന്നെ ആ ഓർഡേഴ്സ് വന്ന ഡ്രസ്സിൻ്റെ ഫോട്ടോ ആയി ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് കണ്ട് ഇതേവരെ ഞാൻ എനിക്കായിട്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സ് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതേപോലെ കസ്റ്റമേഴ്സിൻ്റെ ഡ്രസ്സിൻ്റെ ഫോട്ടോ ആണ് പോസ്റ്റ് ചെയ്യാറ്. നമുക്ക് കസ്റ്റമൈസേഷനാണ് കൂടുതൽ വർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയൽ ബൾക്കായിട്ട് വാങ്ങി വെച്ചിട്ടും കാര്യമില്ല. പിന്നെ അങ്ങനെ വാങ്ങി വെക്കാൻ ഒരു എമൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇൻസ്റ്റയിൽ ബിസിനസ് റൺ ചെയ്യാൻ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ടിപ്പൊന്നും കൂട്ടണ്ട, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് വർക്കില്ലാതെ വരുമ്പോൾ നമ്മൾ വേറൊരാളെ പേജിൽ നിന്ന് അവരുടെ വർക്ക് എടുത്തിട്ട് നമ്മളെ പേജിൽ പോസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് കസ്റ്റമറിന് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു അക്കൗണ്ടിൽ നിന്നാണല്ലോ ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ആ പേജിലത്തെ ആൾക്കാരെ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് കാണുന്നുണ്ടാവും, അവരെ പേജിലത്തെ വർക്കാണെന്ന് അറിയുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ പേജിലും ഈ ഒരു വർക്ക് കാണുമ്പോൾ നമ്മൾ ഫേക്ക് ആണെന്ന് വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുക, വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക, റീൽസ് മസ്റ്റായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഡെയിലി നമ്മൾ പേജ് ആക്റ്റീവായിട്ടിരിക്കണം, സ്റ്റോറി ഡെയിലി ഇടണം. ഇതേപോലെ കസ്റ്റമേഴ്സ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടാലേ ആൾക്കാർ നമ്മളെ പേജിൽ നിന്ന് ട്രസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതേപോലെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ റീച്ച് ഇല്ല എന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് ഇടാതിരിക്കല്ലോ. എന്നെങ്കിലും ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു വീഡിയോ റീച്ചായാൽ പിന്നെ രക്ഷപ്പെട്ടു. ഇനി അടുത്തതാണ് ന്യൂ സ്റ്റിച്ചിങ് ചെയ്യാൻ പോകുന്നവർക്കുള്ള ഒരു ഉപദേശം. അത് വേറെ ഒരാൾ ചോദിച്ചാൽ കണ്ടു. ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. അതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതേപോലെ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കധികം ഓർഡേഴ്സ് കിട്ടൂല എന്ന് തന്നെ പറയും. ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അധികം കിട്ടില്ല. ചിലപ്പം നമുക്ക് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അങ്ങനെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് നമുക്ക് മാക്സിമം റിവ്യൂസും കാര്യങ്ങളൊക്കെ, ഫോട്ടോസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. പിന്നെ ഓർഡേഴ്സ് കിട്ടണില്ല എന്ന് വെച്ചിട്ട് ഇത് ചെയ്യാതെ ഇരിക്കരുത് ഒരിക്കലും. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടാണ് ഓർഡേഴ്സ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ എത്തിക്കണം. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുകയെന്ന് വെച്ചാൽ അത് ചെയ്യുക. പിന്നെ ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ റീൽസും മസ്റ്റായിട്ട് റീൽസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു വീഡിയോ റീച്ചായാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ രക്ഷപ്പെട്ടു. ഇനി അടുത്ത കമൻറ്റ് ഇതാണ്. ഇതിലിപ്പോൾ ബിസിനസ് നമ്മൾ എങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ, ഞാൻ സ്റ്റിച്ചിങ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത ആളല്ല. ഞാൻ വീട്ടിലൊരു ക്ലോത്ത് ഇരിക്കണുണ്ട്, അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. ഞാൻ ഓൾറെഡി ഒരു ബിസിനസ് അതിൻ്റെ ബാക്കിൽ റൺ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹെന്ന അക്കൗണ്ട്സ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക, നമ്മൾ റീൽസ് എങ്ങനെ ഇടുക, അങ്ങനത്തെ ഒരു ഐഡിയ എനിക്ക് ഓൾറെഡി ഉണ്ട്. ഞാൻ എന്തായാലും ഇത് ചെയ്തതല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്തതാണ് ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ. അതിന് വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ വേറെയും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തു. നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വേറെയും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ 2-3 സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒന്ന് ഞാൻ ലാസ്റ്റ് ഒരു ഷോർട്ട് ഡ്രസ്സ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തു. അത് ഞാൻ റീൽസാക്കി അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി. സ്വാഭാവികമായിട്ട് അതിന് ഓർഡേഴ്സ് വരാൻ തുടങ്ങി.
അങ്ങനെ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്താൽ കുഴപ്പമില്ല എന്നതിൽ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അതിൽ ഞാൻ ഫസ്റ്റ് ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിൽ അധികം പെർഫെക്ഷനൊന്നുമില്ല. ഒന്നാമത് ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാത്ത ആളാണ്. അതധികം അത്ര നീറ്റായിട്ടൊന്നും അല്ല എന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ ചെയ്ത ഡ്രസ്സ് എനിക്ക് പുറത്തേക്ക് ഇട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാളാണ് പുറത്തുള്ള ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്നത്. അത് നിങ്ങൾ ആലോചിക്കണം. പിന്നെ കസ്റ്റമേഴ്സിന് ഞാൻ ചെയ്ത് കൊടുത്ത് നമ്മൾ ഫസ്റ്റായി ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ ഇടുള്ളൂ, അത്രയും കുറച്ചിട്ടേ ഇടുള്ളൂ. പിന്നെ ചെയ്ത് കൊടുത്ത് നമുക്ക് തന്നെ കുഴപ്പമില്ല, സ്റ്റിച്ചിങ് റെഡി ആയിക്കണ്, പെർഫെക്ഷൻ വരുന്നുണ്ട്. പിന്നെ ആൾക്കാരും നമ്മൾ സ്റ്റിച്ചിങ്ങിനെ പറ്റി പറയുമ്പോൾ നല്ല നീറ്റാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ച് റേറ്റ് ഇങ്ങനെ കൂട്ടിയിടാൻ തുടങ്ങി. അങ്ങനെ ചെയ്തിട്ടാണ് പെർഫെക്ഷൻ വന്നത് കേട്ടോ. ഫ്ലോപ്പായ വർക്ക് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അത് കസ്റ്റമറിലേക്ക് എത്തൂല, നമുക്ക് തന്നെ തോന്നില്ല ഇത് പോയി, കയ്യിൽ നിന്ന് പോയി തോന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ഇവിടുന്ന് ക്ലോത്ത് നമ്മളെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് നമ്മളത് റെഡിയാക്കി കൊടുക്കാറാണ് ചെയ്യുക. കസ്റ്റമറിൻ്റെ നമ്മൾ മെഷർമെൻറ്റ് തരുന്ന കുറച്ച് മിസ്റ്റേക്ക് കൊണ്ട് അവർക്ക് അവിടെ എത്തുമ്പോൾ അത് കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. പക്ഷേ അത് നമ്മളടുത്തുള്ളതല്ല. മീൻസ് അവർ മെഷർമെൻറ്റ് തന്ന ആ ഒരു പ്രശ്നം കൊണ്ടാണ്. പിന്നെ അത് അവർ റെഡിയാക്കി തരണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റെഡിയാക്കി കൊടുക്കും. പിന്നെ ഫിറ്റിംഗ് കംപ്ലയിൻറ്റ്സ് വരാറുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. നമ്മൾ മെയിനായിട്ട് ഇത് ഓൺലൈനിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ കസ്റ്റമറുടെ അടുത്ത് നിന്ന് പോയിട്ട് അളവെടുക്കുന്നതല്ലല്ലോ. അപ്പോൾ കസ്റ്റമർ തരുന്ന അളവാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഫിറ്റിങ്ങിന് റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് കംപ്ലയിൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു മുന്നൊക്കെ. ഇപ്പോഴും ഉണ്ടാവാറുണ്ട്, ഇല്ല എന്നൊന്നും പറയണില്ല. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മിസ്റ്റേക്കാണ്, മീൻസ് അവർ കറക്റ്റ് മെഷർമെൻറ്റാണ് നമുക്ക് തന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് അത് കൊടുത്തപ്പോൾ കുറച്ച് ടൈറ്റായി പോയി, പിന്നെയും തയ്യൽ തുമ്പൊന്നും ആക്കിയിട്ട് ലൂസാക്കാനില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ റെഡിയാക്കി കൊടുക്കണം. മീൻസ് നമ്മൾ കൊറിയർ അയച്ചു, അവിടെ എത്തി അവരത് ഇട്ട് നോക്കി അവർക്കത് കറക്റ്റ് അല്ല, ഇങ്ങനെ തുന്നയിക്കാനില്ല എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഷിപ്പിംഗ് ചാർജ് നമ്മൾ അവർക്ക് കൊടുത്തിട്ട് അതുകൊണ്ട് റിട്ടേൺ അയച്ചിട്ട് നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ട് നമ്മളത് അങ്ങനെ തന്നെ അയച്ചു കൊടുക്കണം. അത് നമ്മുടെ അടുത്തുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമ്മളെ അടുത്ത് പറ്റിയ മിസ്റ്റേക്കാണ്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ഏതെങ്കിലും ഷോപ്പിൽ കൊടുത്താൽ അത് റെഡിയാക്കി കിട്ടും. പക്ഷേ നമ്മൾ ചെയ്ത് കൊടുത്ത വർക്ക് നമ്മളെ കസ്റ്റമർ സാറ്റിസ്ഫൈ ആവണം നമ്മളെ വർക്കിൽ. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത വർക്കാണല്ലോ, അപ്പോൾ നമ്മൾ തന്നെയാണ് അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കേണ്ടത്. അത് ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകും, പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മുടെ അടുത്ത് പറ്റിയ മിസ്റ്റേക്ക് അല്ലേ. എനിക്ക് വേറൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു, ഒരു കുറച്ച് മാസം മുന്നേ. കേരളത്തിന് പുറത്താട്ടോ, കർണാടകയിൽ എവിടെയാണ് തോന്നുന്നത്. അവരുടെ ഹസ്ബൻഡിനും അവർക്കും പിന്നെ അവരുടെ ഒരു 4 മാസമായിട്ടുള്ള ഒരു മോൻക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് ഒരു കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ മെഷർമെൻ്റ് ഒക്കെ കസ്റ്റമറോട് ഡയറക്റ്റ് ബോഡിയിൽ നിന്ന് അയച്ചു തരാനാണ് പറയാറ്. അപ്പോൾ ഞാൻ അവരോട് അതേപോലെ അയക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർക്ക് അയക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതിന് ടാപ്പും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ എൻ്റെ തന്നെ വർക്ക് എടുത്തിട്ടാണ് അവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് അയച്ചിട്ട് അവർ പറഞ്ഞു കുട്ടിക്കും എനിക്കും ഈ ഒരു സൈസിൽ ചെയ്താൽ മതി, ഹസ്ബൻഡിന് XL സൈസാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഞാൻ അവരോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു, ഇതിൽ ഫോട്ടോയിൽ കാണുന്ന കുട്ടിക്ക് 3 മാസമാണ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ ആണ്, ഈ ഒരു ഇതിലേ ഉണ്ടാവുള്ളൂ കുട്ടി എന്ന് പറഞ്ഞു. ആ സൈസിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ പറഞ്ഞ് ചെസ്റ്റ് 38 വരുന്നത് എന്ന് പറഞ്ഞു. അത് മാത്രമേ അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓക്കെ, നമുക്ക് ഏകദേശം ഒരു അളവൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ അതിൽ ഡ്രസ്സ് ചെയ്ത് അവർക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തു. അവർ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഞാനത് ഷിപ്പ് ചെയ്തിട്ട് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. കിട്ടിയതിൻ്റെ ഒരു 15 ദിവസം ശേഷമാണ് അവർ എനിക്ക് മെസ്സേജ് അയച്ചത്, ഇത് കൊള്ളുന്നില്ല, ഫിറ്റിങ് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും അത് ടൈറ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു കുട്ടീൻ്റെ മെഷർമെൻ്റ് എല്ലാം എടുക്കാൻ പറഞ്ഞത് ഞാൻ അതിലാണ് എടുത്തിട്ടുള്ളതും. ആ മെഷർമെൻറ്റ് ഫോട്ടോയിൽ കാണുമ്പോൾ ഓക്കെ ആയിരുന്നു, ഇവിടെ എത്തിയപ്പോൾ ചെറുതാണ്. ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒരേപോലെയാണെന്ന് വിചാരിച്ചു, സൈസൊക്കെ ഒരേപോലെയാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് ടൈറ്റ് ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളത് മെഷർമെൻറ്റ് എടുത്ത് നോക്കിക്കോളൂ, അതിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ചെസ്റ്റ് അളവാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ചെസ്റ്റിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരും ബാക്കിയുള്ള അളവൊക്കെ. ജസ്റ്റ് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് അളവാണ്, അതിൽ കൂടെ ഞാൻ ലൂസ് ഇട്ടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഓക്കെ അല്ല. ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് ഓക്കെയാണ് തോന്നി. റെഫറൻസ് പിക്കിൽ ഇട്ടാൽ ആ സൈസാണ് ഞങ്ങൾക്കെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഈ ഒരു കേസിൽ നമ്മളെടുത്തെല്ലാം മിസ്റ്റേക്ക് വന്നത് കേട്ടോ. ഞാൻ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾ തന്ന കറക്റ്റ് മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞ മെഷർമെൻറ്റ് മീൻസ് ആ റെഫറൻസ് പിക്കിൽ കാണുന്ന ആ മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കാണ് എന്നുണ്ടെങ്കിലും ജസ്റ്റ് 38 എന്ന് പറഞ്ഞിട്ട് ഞാനത് ഏകദേശം ഒരു 40 വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അവരിങ്ങനെ ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 36 ശരിക്കും ചെസ്റ്റ് വരുന്നത്, അതിൽ 38 എടുത്തോളിയും കുറച്ചുകൂടെ ലൂസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ 40 എടുത്ത്, എന്നിട്ടും അവർക്കത് കൊള്ളണില്ല എന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് റീസ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസ്റ്റിച്ച് ചെയ്ത് തരും ഞാൻ.
സ്റ്റിച്ചിങ് ചാർജ് എനിക്ക് വേണ്ട, നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് അയക്കേണ്ട ഷിപ്പിംഗ് ചാർജും ഞാൻ ഇവിടുന്ന് സാധനം അങ്ങോട്ട് അയക്കേണ്ട ഷിപ്പിംഗ് ചാർജും നിങ്ങൾ എടുക്കണം, ബാക്കിയുള്ളതൊക്കെ ഞാൻ സെറ്റാക്കി തരാം, നമ്മുടെ അടുത്ത മിസ്റ്റേക്ക് അല്ലാത്തത് കൂടും ഞാൻ അങ്ങനെ പറഞ്ഞു. അവരപ്പോൾ പിന്നെ പോയി പിന്നെയും ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും മെസ്സേജ് അയച്ചു. എന്നിട്ട് ഈ സെയിം കാര്യങ്ങൾ തന്നെ പറയണത്. എന്നിട്ട് ഞാൻ അങ്ങനെ പിന്നെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പിന്നെ അവരിതുവരെ വന്നിട്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് കമൻറ്റാണിത്. എൻ്റെ പ്ലേസ് കറക്റ്റ് വരുന്നത് മലപ്പുറം വെട്ടിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലത്തെ സ്റ്റിച്ചിങ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹക്കാരം ഷോപ്പ് തുടങ്ങണം എന്ന്. അതേപോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട് ഷോപ്പ് തുടങ്ങാനൊക്കെ. പക്ഷേ ഇപ്പോൾ അതിനെന്തായാലും പറ്റൂല. സ്റ്റിച്ചിങ് ചാർജിനെ പറ്റിയിട്ടും ക്ലോത്ത് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയും ചാർജ് വരിക, അല്ലാതെ സ്റ്റിച്ചിങ് ചാർജ് മാത്രമായിട്ട് എങ്ങനെ വരാൻ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് കുറേ മെസ്സേജ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് പറയാനുണ്ട്. അപ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് നമുക്കൊരു വേറെ വീഡിയോ ചെയ്യാം. ഇനി അടുത്ത കമൻറ്റ് ഇതാണ്. യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടാൻ നമുക്ക് 4000 വാച്ചിങ് അവേഴ്സ് ആവണം. ഞാൻ ഫസ്റ്റ് ഷോർട്ട് വീഡിയോസാണ് ഇടൽ. ഷോർട്ട് വീഡിയോ ഇട്ടാൽ നമുക്ക് വാച്ചിങ് അവേഴ്സ് കൂടില്ല, നമുക്ക് ലോങ് വീഡിയോ ഇട്ടാലേ കൂടുള്ളൂ. ഈ ഇടായിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടാൻ തുടങ്ങിയത് കേട്ടോ. എനിക്ക് ഇന്നലെയാണ് മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമ്മൾ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്യുക, ഇതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. എൻ്റെ ഏജ് എത്ര ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ 23 വയസ്സാണ്. ഞാനിപ്പോൾ സ്റ്റിച്ചിങ് ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 ഇയർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടിയാൽ മതി ഞാൻ എത്രാമത്തെ വയസ്സിലാണ് ഇത് തുടങ്ങിയതെന്ന്. ഇനി അടുത്തതാണ്, ഈ അഡ്വാൻസ് വാങ്ങേണ്ട കാര്യം ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അഡ്വാൻസ് വാങ്ങിയിട്ട് മാത്രമേ ഓർഡർ എടുക്കാൻ പാടുള്ളൂ. ഇത് എങ്ങനെ വാങ്ങണം എന്ന് വെച്ചാൽ നമുക്കധികം അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മൾ അഡ്വാൻസ് വാങ്ങണം. ഇപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളാണ്, അപ്പോൾ നമുക്ക് അവരോടൊരു ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് എത്രയാണോ എമൗണ്ട്, ഇപ്പോൾ ഒരു ഒരു 3000 ഒരു ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഒരു 500 അല്ലെങ്കിൽ ഒരു 1000 ഒക്കെ പേയ്മെൻറ്റ് ഇടാൻ പറഞ്ഞാൽ മതി. ഓല് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇട്ടോട്ടെ. അല്ല നമുക്ക് അധികം പരിചയമൊന്നുമില്ല, നമുക്ക് ന്യൂ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്തിന് എത്ര റേറ്റ് നമ്മൾ ഏകദേശം ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട്, ക്ലോത്തിൻ്റെ എമൗണ്ട് നമ്മൾ വാങ്ങാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ക്ലോത്ത് വാങ്ങിയാൽ മതി. ആ ഒരു എമൗണ്ട് അഡ്വാൻസ് പറയാം കേട്ടോ. ക്യാഷ് തരാതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഇത്, നമ്മൾ ഒരാളെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിന്ന് കൊടുത്താൽ നമുക്ക് ഒരാൾക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റും. ക്യാഷ് നമുക്ക് ഫുൾ പേയ്മെൻറ്റ് കയ്യിൽ കിട്ടാതെ നമ്മൾ സാധനം അയച്ചു കൊടുക്കൂല. അപ്പോൾ പിന്നെ നമുക്ക് ക്യാഷ് തരാതെ പറ്റിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. നമ്മൾ അങ്ങനെ കൊടുക്കരുത്. ശരിക്ക് ഫുൾ പേയ്മെൻറ്റ് കിട്ടിയിട്ടേ നമ്മൾ ഒരു സാധനം കൊറിയർ അയക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഏത് സാധനമാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തതാണ്, ഈ ഒരു പ്രശ്നം അധികം ആൾക്കാർക്കും ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ DM-ൽ എനിക്ക് കുറേ മെസ്സേജ് ഇതേപോലത്തെ വരലുണ്ട്. വീഡിയോസ് ഡെയിലി ഇട്ടിട്ടും റീച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഫോളോവേഴ്സ് കൂടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. ഫോളോവേഴ്സ് കൂടാനും നമുക്ക് ഒരുപാട് വഴികളുണ്ട്. അതൊന്നും നല്ല വഴികളല്ല. നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫോളോവേഴ്സിനെയാണ് കിട്ടേണ്ടത്. ഫേക്ക് ഫോളോവേഴ്സിനൊക്കെ കയറ്റാൻ വേണ്ടി പറ്റും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്താൽ നമ്മളെ വീഡിയോസിനൊന്നും റീച്ച് ഉണ്ടാവില്ല. നമ്മളെ പേജ് ഒരാൾ എടുത്ത് നോക്കുമ്പോൾ ഇതിന് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നല്ലാതെ നമ്മളെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ റീച്ച് ഉണ്ടാവില്ല. നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടൻസ് ഇടുക, അല്ലെങ്കിൽ നമ്മൾ ഓൺ ആയിട്ടുള്ള കണ്ടൻസ് ഇടുക, നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി വേണം, നല്ല സ്റ്റാൻഡേർഡിൽ പോസ്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് റീച്ചായി പോകേണ്ടതാണ്. മീൻസ് ഓഡിയോസ് ആണെന്നുണ്ടെങ്കിലും ട്രെൻഡിങ്, ഇപ്പോൾ എന്താ ട്രെൻഡിങ് അത് ഇടാൻ വേണ്ടി ഇങ്ങനെ നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കുതിരത്തിലാണ് ഇത് റീച്ചായി പോകുന്നത്. എനിക്ക് അങ്ങനെയാണ് ആയത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാനേ അറിയുള്ളൂ. അല്ലാതെ ഇപ്പോൾ റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകിച്ച് സെറ്റിങ്സിൽ അങ്ങനെ ആക്കണം അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കൊരു പോസ്റ്റിൻ്റെ താഴെ ഇങ്ങനെ ബൂസ്റ്റ് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പൈസ കൊടുത്ത് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്തിട്ട് ചെയ്യേണ്ടതാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു പോസ്റ്റ് റീച്ച് ആവും. അപ്പോൾ അത് മീൻസ് ഇത്ര ആൾക്കാർക്ക് എത്തിക്കും എന്നുള്ളതൊക്കെ എന്തൊക്കെയുണ്ട് തോന്നുന്നുണ്ട്. അത് റീച്ചായി കഴിഞ്ഞാൽ ഓർഡേഴ്സ് വരുമോ ഇല്ലയോ ഒക്കെ നമുക്ക് തരുന്ന ആൾക്കാരെ ഇതുപോലെ ഇരിക്കും. ഓർഡേഴ്സ് തരാൻ വിചാരിക്കുന്ന ആൾക്കാരെ പോലെ ഇരിക്കും. അല്ലാതെ അത്രയും ആൾക്കാർ നമ്മളെ പേജ് വിസിറ്റ് ചെയ്യും, പേജ് നോക്കും. അല്ലെങ്കിൽ ഒരു വിചാരിക്കും ഇപ്പോൾ ഓർഡർ ചെയ്യേണ്ട പിന്നെ ഓർഡർ ചെയ്യാന്നുള്ളത് വിചാരിച്ച് പോണവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ബൂസ്റ്റ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം തന്നെ ചെയ്യുന്നതാണത്. പിന്നെ കൊളാബൊക്കെ ചെയ്യുന്നവരുണ്ട്. അത്യാവശ്യം കുറച്ച് റീച്ചായി നിൽക്കുന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ സാധനം അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് അവരത് വീഡിയോസോ റീൽസൊക്കെ ഇടണമെങ്കിൽ ഞാൻ അതിനോടൊന്നും അതങ്ങനെയൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുമല്ലോ കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ഇതിൽ നമുക്ക് മെഷർമെൻറ്റിൻ്റെതും അതേപോലെ സ്റ്റിച്ചിങ് ചാർജിൻ്റെ മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യട്ടെ. എന്താ വെച്ചാൽ അതിന് കുറച്ച് പറയാനുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് അത് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് തോന്നുന്നു. എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അപ്പം നമുക്കത് വേറൊരു വീഡിയോ ചെയ്യാം. പിന്നെ ഫാമിലി സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായി. എൻ്റെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അവർക്കുള്ള പേടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റക്കാണല്ലോ ഇത് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും പ്രഷർ വരികയാണ്, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ട് കസ്റ്റമർ എന്തെങ്കിലും പ്രഷർ വരികയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ,
ഇനി ഞാനത് ടെൻഷൻ അടിച്ച് നടക്കുമോ എന്നൊക്കെയുള്ള കാര്യം മാത്രമേ ഫാമിലിക്കുള്ളൂ. കാരണം ഞാൻ എൻ്റെ വീട്ടിലെ ഇളയ കുട്ടിയാണ്. വീട്ടുകാർക്ക് എപ്പോഴും പിന്നെ ആ ഒരു ചെറുത് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഓരങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം. നമുക്ക് വേറെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വീഡിയോ നല്ല ലെങ്ത്ത് ആവുന്നുണ്ടോയെന്നുള്ള ഡൗട്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക കേട്ടോ. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പോലെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ മാത്രമല്ല, ഇതുപോലെ സ്റ്റിച്ചിങ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നേരിടുന്ന പ്രശ്നങ്ങളും നമുക്ക് പറ്റിയ മിസ്റ്റേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇതിന് ഒരു നല്ല വശം മാത്രമല്ല, ഇങ്ങനെ ഒരു വശം കൂടെ ഉണ്ടെന്ന് നമ്മളെപ്പോലെ സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതൊരിക്കലും അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇങ്ങനെയും ഒരു വശം ഉണ്ടെന്ന് അവർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മളിത് ചെയ്യുന്ന ആളാണല്ലോ, അപ്പോൾ നമുക്ക് ഇത്രയും കാലത്തിനിടയിൽ നമുക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കസ്റ്റമറുടെ അടുത്ത് നമുക്കുണ്ടായ പ്രശ്നങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ഉണ്ടായ മിസ്റ്റേക്കും എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തതും പാടുള്ളതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പറയാം കേട്ടോ. അങ്ങനെയൊക്കെ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരാനും ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു കട്ടിങ് സ്റ്റിച്ചിങ് മാത്രമല്ലാതെ ഇങ്ങനത്തെ ഇതിപ്പോൾ നമ്മളെപ്പോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ പറ്റിയതാട്ടോ. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതേപോലത്തെ വീഡിയോസായിട്ട് ഇനി വീണ്ടും വരാം. ഇത്രയും കാലം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.